Hello everyone, എല്ലാവർക്കും ഹിമാസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഹൈദരാബാദി സ്റ്റൈൽ ദം ബിരിയാണി എങ്ങനെ കുക്കറിൽ ചെയ്തെടുക്കാൻ നോക്കാം. ഇത് വളരെ ഈസിയാണ്. ഇത് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഇതുപോലൊരു കുക്കർ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു 1/2 കിലോ മീറ്റ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ചിക്കൻ എടുത്തേക്കുന്നത്, ഇതിന് പകരം മട്ടൺ വേണമെങ്കിലും എടുക്കാം. ഇനി ഒരു 3 സവോള ഉപ്പിട്ട് നന്നായി വറുത്തെടുത്താണ്. അതിൽ ഒരു പിടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. ഇതാ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ ബിരിയാണി മസാല വേണം. 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞളും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി വേണ്ടത് ഒരു നാരങ്ങയുടെ നീരാണ്. അത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ടിട്ട് ശരിക്ക് തിരുമി യോജിപ്പിക്കണം. ഇനി ഇതിലേക്ക് ഒരു പിടി ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും, ഒരു പിടി പുതിനയിലയും, ഒരു 2 പച്ചമുളകും, ഒരു പിടി മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഒരു ബേ ലീഫും, ഒരു കഷ്ണം പട്ടയും, ഒരു നുള്ള് സാജീരകവും, ഒരു 3-4 ഏലക്കായും, ഒരു തക്കോലത്തിന്റെ പകുതിയാണ്. അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. ഇനി വേണ്ടത് നമ്മൾ ഉള്ളി വറുത്ത എണ്ണയാണ്. അത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ശരിക്ക് തിരുമി യോജിപ്പിക്കുകയാണ്. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ഈ ചിക്കൻ സോഫ്റ്റ് ആവുന്നത്, പ്രോപ്പറായിട്ട് ദമ്മിൽ കുക്കാവും ഇങ്ങനെ ചെയ്യുമ്പോൾ. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 1/2 കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കുവാണ്. ഇനി ഒരു ദയം ചിക്കനോട് കാണിക്കേണ്ട, നന്നായിട്ട് അങ്ങ് ഇളക്കി യോജിപ്പിക്കണം. ഇനി ഒരു 30 മിനിറ്റ് ഇവൻ ഇവിടെ ഇരുന്ന് റെസ്റ്റ് ചെയ്യട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് അരി പ്രിപ്പയർ ആക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 2 ലിറ്റർ വെള്ളം ഞാൻ നന്നായിട്ട് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുവാണ്. പിന്നെ ബാക്കി ഉണ്ടായിരുന്ന മസാലാസ്, ഏലക്കായും സാജീരകവും പട്ടയും തക്കോലും എല്ലാം ഞാൻ ഇതിലേക്കിട്ട് തിളയ്ക്കാൻ വെച്ചേക്കുവാണ്. ഇപ്പൊ ഇത് ഏകദേശം ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇവ നന്നായിട്ട് മാരിനേറ്റ് ആയി ഇതിന്റെ സൈഡ് വഴിയൊക്കെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിതിനി സ്റ്റൗവിലേക്ക് മാറ്റാം. എന്നിട്ട് ലിഡ് ഇട്ടിട്ട് വെയിറ്റ് ഇട്ട് ഒരു 5 മിനിറ്റ് കുക്കാക്കാൻ വെക്കാം. ചെറുതായിട്ട് ആവി വന്ന് തുടങ്ങണം, അത്രയും മതി. അപ്പൊ അതേ നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു 12 മിനിറ്റ് സോക്ക് ചെയ്ത ബസ്മതി റൈസ് ആണ്, അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് കുക്കർ ഒന്ന് തുറന്നു നോക്കാം. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒരു 3/4 ഭാഗം മാത്രമേ ഇത് വെന്തിട്ടുള്ളൂ. ഇനി ഇതിന്റെ മേലേക്ക് നമ്മൾ ഒരു 5 മിനിറ്റ് തിളച്ച അരി ഇട്ട് കൊടുക്കാം. ഏകദേശം ഒരു 1/4 ഭാഗം വെന്ത അരി. ഇതെല്ലാ ഭാഗത്തേക്കും ഈവൻ ആയിട്ട് ഇട്ട് കൊടുക്കണം. ഇനി ഇതിന്റെ മേലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കുറച്ച് ഉള്ളി വറുത്തതും ഒരു 2 ടീസ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇതെല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയാണ് ഒരു 50% വെന്ത അരി, അതായത് പകുതി വേവായ അരി ഇതിന്റെ മേലേക്ക് വാരിയിടണം. തിളച്ചുകൊണ്ടിരിക്കുന്ന അരി ഞാൻ ഇതിന്റെ മേലേക്ക് കോരിയിടുവാണ്. ഇനി ഇതിന്റെ മേലെ വീണ്ടും മല്ലിയിലയും പുതിനയിലയും ഉള്ളി വറുത്തതും ഗീ ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്ക് വേണ്ടത് ഒരു 3/4 ഭാഗം വെന്ത അരിയാണ്, അതായത് ഒരു 75% വെന്ത അരിയാണ്. ഇതിന്റെ ഉള്ളരി ഉടഞ്ഞിട്ടില്ല. ഇത് ഇതിന്റെ മേലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുവാണ്. എല്ലാ ഭാഗത്തേക്കും ഈവൻ ആയിട്ട് ഇട്ട് കൊടുക്കണം. ഞാൻ സ്റ്റൗ ഓഫ് ആക്കി ഈ മുഴുവൻ അരി ഇതിലേക്ക് ട്രാൻസ്ഫർ ആക്കുവാണ്. ബാക്കി വേവുന്നത് ദമ്മിലാണ്. ഇനി ഇതിന്റെ മേലേക്ക് മല്ലി ഇലയും പുതിനയിലയും ഇട്ട് കൊടുക്കാം. വറുത്ത ഉള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിന്റെ മേലേക്ക് ഒഴിക്കാൻ പോകുന്നത് സാഫ്രൻ മിൽക്കാണ്. ഇതിന് പകരം യെല്ലോ ഫുഡ് കളർ വേണമെങ്കിലും ഒഴിക്കാം. പിന്നെ ഇനി ഇതിന്റെ മേലെ ഒരു 2 ടീസ്പൂൺ ഗീയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇനി നമുക്ക് കുക്കറിന്റെ ലിഡ് ഇട്ടിട്ട് വെയിറ്റ് ഇട്ട് സ്റ്റൗ സിമ്മിലേക്കാക്കി ഒരു 15 മിനിറ്റ്സ് ഇത് അങ്ങനെ വിടാം. ഇങ്ങനെയാണ് ഇത് ദം ആവുന്നത്. 15 മിനിറ്റ്സ് കറക്റ്റ് വേണം. 15 മിനിറ്റ്സ് കഴിഞ്ഞ് ഞാൻ ഇത് തുറന്നു നോക്കുവാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇത് പ്രോപ്പറായിട്ട് വെന്തിട്ടുണ്ടാവും. നല്ല പ്രോപ്പറായി വെന്ത ബസ്മതി റൈസ് ആണിത്. ഇനി ഇത് ഇളക്കുന്നത് ഒരു സൈഡിൽ നിന്ന് വേണം. റൈസ് ഒക്കെ പെർഫെക്റ്റ് ആയിട്ട് കുക്കായി വന്നേക്കുന്നതെന്ന് കണ്ടോ. ചിക്കനും നന്നായിട്ട്
വെന്ത് വന്നിട്ടുണ്ട്. കണ്ടോ, അതിന്റെ മീറ്റ് ഒക്കെ നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് കാണാം. ഇനി ഇതൊരു സെർവിങ് ബോളിലേക്ക് മാറ്റാം. ഇത് വിളമ്പുന്നതിനുണ്ട് ഒരു പ്രത്യേകത. ആദ്യമേ സാഫ്രൺ മിക്സ് ആയിട്ടുള്ള വൈറ്റ് റൈസ് ഇട്ട് കൊടുക്കണം. ഇതിന്റെ മേലേക്ക് കുറച്ച് മസാല മിക്സ് ആയിട്ടുള്ള റൈസ് ഇട്ട് കൊടുക്കാം. പിന്നെ ഏറ്റവും അടിയിൽ കിടക്കണ ചിക്കന്റെ പീസസും ആ ഗ്രേവിയും കൂടെ അതിന്റെ മേലേക്ക് വെച്ച് കൊടുക്കണം. എന്നിട്ട് ബാക്കിയുള്ള റൈസ് ഇതേ രീതിയിൽ ഈ പാത്രം നിറയെ നമുക്ക് വിളമ്പി മാറ്റാം. ഈ ബിരിയാണിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിന്റെ ബസ്മതി റൈസിന്റെ വേവും ഇതിന്റെ മസാലയും തന്നെയാണ്. ഇനി ഇതിന്റെ മേലേക്ക് ഒരു മുട്ടയും ഒരു 2 കഷ്ണം സവോളയും കൂടെ ഇതിന്റെ സൈഡിൽ വെച്ച് റൈത്തയും കൂടെ കൂട്ടി ഇതൊന്ന് കഴിച്ചു നോക്കണം. ഇതിന്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇത് ഈ ബിരിയാണി വേൾഡ് ഫേമസ് ആയത്. ഉറപ്പായിട്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് ഇതിന്റെ ഫീഡ്ബാക്ക് എനിക്ക് കമന്റ് ചെയ്യണം. എന്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.